ക്രിസ്ത്യാനിക്ക് നീതി ലഭിക്കുവാൻ ചാഴിക്കാടൻ തോൽക്കേണ്ടി വന്നു. ഈ വർഷം തോമസ് ലീഹായുടെ തിരുനാളായ ജൂലൈ 3 പരീക്ഷകൾ മാറ്റി. തോൽപ്പിച്ചാലേ പാഠം പഠിക്കുകയുള്ളൂവെങ്കിൽ ഇനിയും തോൽപ്പിക്കാൻ തയ്യാറാണെന്ന് ക്രിസ്ത്യാനികൾ. ചാഴിക്കാടന്റെ തോൽവിയുടെ പിന്നാലെ കേരള കോൺഗ്രസ് നയം മാറ്റുന്നു. മുൻ വർഷങ്ങളിൽ തിരിഞ്ഞു നോക്കാത്ത പല വിഷയങ്ങളിലും ഇടപെടുവാനാണ് തീരുമാനം. ക്രൈസ്തവ വോട്ടുകളിൽ BJPയുടെ കടന്നുകയറ്റവും കേരള കോൺഗ്രസ് എമ്മിന്റെ പതനവുമാണ് പുനർചിന്തയ്ക്ക് കാരണമായത്. ക്രിസ്ത്യൻ വോട്ടുകൾ നേടിക്കൊണ്ട് സുരേഷ് ഗോപി ജയിച്ച് കേന്ദ്രമന്ത്രിയായതും കോട്ടയത്തു നിന്ന് തന്നെയുള്ള ജോർജ് കുര്യനെ BJPയുടെ കേന്ദ്രമന്ത്രിയാക്കിയതും മാണി ഗ്രൂപ്പിന്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. ലോക്സഭാ MP ലഭിച്ചതോടെ അംഗീകൃത പാർട്ടിയായി മാറുവാൻ ജോസഫ് ഗ്രൂപ്പിന് കഴിയുകയും ചെയ്തു. അവർക്ക് സ്വന്തമായി ചിഹ്നവും ലഭിച്ചു. 5 MLA-മാർ ഉള്ളതുകൊണ്ട് തൽക്കാലം മാണി ഗ്രൂപ്പിന് അംഗീകാരം നഷ്ടപ്പെടില്ല എങ്കിലും 2 വർഷത്തിനുള്ളിൽ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ MLA-മാരുടെ എണ്ണം കുറയുന്ന പക്ഷം ചിഹ്നവും അംഗീകാരവും നഷ്ടപ്പെടുമെന്ന ദുരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏതു വിധേനയും പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ് ജോസ് കെ മാണിയും കൂട്ടരും നടത്തുന്നത്. അതിനിടയിലാണ് ജൂലൈ 3 അവധി വേണമെന്ന ആവശ്യവുമായി സഭാ നേതൃത്വം രംഗത്ത് വന്നത്. സഭയുടെ നിലപാട് കണ്ടതും കടുത്തുരുത്തി MLA-യും മാണി ഗ്രൂപ്പിന്റെ മുഖ്യ എതിരാളിയുമായ മോൻസ് ജോസഫ് വിഷയം ഏറ്റെടുത്തു. മോൻസ് ജോസഫിന്റെ പ്രസ്താവന കൂടി വന്നതോടുകൂടി മാണി ഗ്രൂപ്പിന്റെ കിളിപോയ അവസ്ഥയായി. വിദ്യാർത്ഥി സംഘടനാ നേതാവ് നേരിട്ട് മന്ത്രിയെ കണ്ട് നിവേദനം നൽകുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി. മുൻ വർഷങ്ങളിലും സഭ ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മാണി ഗ്രൂപ്പ് തിരിഞ്ഞു നോക്കിയിരുന്നില്ല. മുൻ വർഷങ്ങളിൽ ജൂലൈ 3 പരീക്ഷ മാറ്റിവെക്കണമെന്ന് സഭ ആവശ്യപ്പെട്ടപ്പോൾ പോലും കോട്ടയത്തെ യൂണിവേഴ്സിറ്റികളിൽ സ്വന്തം വൈസ് ചാൻസലറും സിൻഡിക്കേറ്റ് അംഗങ്ങളും MP-യും MLA-മാരും ഉണ്ടായിരുന്നപ്പോൾ തിരിഞ്ഞു നോക്കാതിരുന്ന മാണി ഗ്രൂപ്പ് ചാഴിക്കാടന്റെ തോൽവിയോടെ പരീക്ഷ മാറ്റിവെക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വരികയായിരുന്നു. ഇപ്പോൾ ഗവർണർ നിശ്ചയിച്ച വൈസ് ചാൻസലർ ആയിരുന്നിട്ട് പോലും ജൂലൈ 3 പകരം 1-ാം തീയതി മുതൽ 3-ാം തീയതി വരെയുള്ള പരീക്ഷകൾ മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അത്രമാത്രം ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ് മാണി ഗ്രൂപ്പ്. അതിനിടയിൽ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായിരുന്ന MLA-യുടെ നാട്ടിൽ വോട്ടുകൾ UDF-ലേക്ക് ഒഴുകിയതിനെ പറ്റിയും മാണി ഗ്രൂപ്പ് ആശങ്കയിലാണ്. അതിരൂപത ആസ്ഥാനത്തു നിന്നും MLA-യോട് ആവശ്യപ്പെടുന്ന യാതൊരുവിധ കാര്യങ്ങളും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പരാതി ശക്തമായിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ MLA തന്നെ സിൻഡിക്കേറ്റിൽ ഉണ്ടായിരുന്നിട്ടും ജൂലൈ 3 പരീക്ഷ മാറ്റി വെക്കാതിരുന്നത് അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. MLA-യുടെ ചങ്ങനാശ്ശേരി മണ്ഡലത്തിലെ ഭൂരിപക്ഷം കൊണ്ട് മാത്രമാണ് UDF സ്ഥാനാർത്ഥി മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിച്ചു കയറിയത്. ഇത് CPI-യുടെ ജില്ലാ കമ്മിറ്റിയിൽ ചർച്ചയായതാണ്. MLA-ക്കെതിരെ ശക്തമായ നിലപാടിലേക്ക് CPI നീങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത തവണ CPI-യുടെ ഭാഗത്തു നിന്നും കാലുവാരൽ ഉണ്ടാകുമെന്നും മാണി ഗ്രൂപ്പ് സംശയിക്കുന്നു. അതുകൊണ്ടാണ് സഭ പറയുന്ന ഏത് കാര്യവും മുട്ടിൽ നിന്ന് ചെയ്തു കൊടുക്കുവാൻ തയ്യാറാണെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ 3-ാം തീയതിയിലെ പരീക്ഷയ്ക്ക് പകരം 1-ാം തീയതി മുതലുള്ള പരീക്ഷകൾ മാറ്റിവെച്ചുകൊണ്ട് കടുത്ത അടിമത്വം പ്രഖ്യാപിച്ചത്. ഇതുവഴി മോൻസ് ജോസഫിന്റെ ഇടപെടലിനും തടയിടാൻ കഴിയുമെന്ന് മാണി ഗ്രൂപ്പ് കരുതുന്നു. എന്നാൽ ഇതിനെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് അന്നേ ദിവസം നിയമസഭയ്ക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മോൻസ് ജോസഫിന്റെ ആവശ്യത്തോട് അനുഭാവപൂർവ്വം പ്രതികരിച്ചതും മാണി ഗ്രൂപ്പിന് തിരിച്ചടിയായി. കാൽച്ചുവട്ടിലെ ക്രിസ്ത്യൻ വോട്ടുകൾ ചോർന്നു പോകുന്ന വളരെ പരിതാപകരമായ അവസ്ഥയെ മാണി ഗ്രൂപ്പ് അതിജീവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്.